ഒ.ജെ. സിംപ്സൺ അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും മാധ്യമശ്രദ്ധ നേടിയതുമായ കേസുകളിലൊന്നാണ് ഒ.ജെ. സിംപ്സൺ മർഡർ കേസ്. 1994 ലോസ് ഏഞ്ചൽസിൽ നടന്ന ഈ കേസ് ഒരു കായിക താരത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയും തകർച്ചയും, അതോടൊപ്പം അമേരിക്കൻ സമൂഹത്തിലെ വർഗീയത, പ്രശസ്തി, നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ വീഡിയോയിൽ ഒ.ജെ. സിംപ്സൺ മർഡർ കേസിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ സാമൂഹിക സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ, വിചാരണയുടെ പ്രധാന സംഭവങ്ങൾ എന്നിവ മലയാളി പ്രേക്ഷകർക്കായി വിശദീകരിക്കുന്നു. വെൽക്കം ബാക്ക്. ഒർണ്ട ജെയിംസ് സിംപ്സൺ അല്ലെങ്കിൽ ഒ.ജെ. സിംപ്സൺ 1947 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ചു. അമേരിക്കൻ ഫുട്ബോളിൻ്റെ ലോകത്ത് അയാൾ ഒരു സൂപ്പർ താരമായിരുന്നു. 1968 യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയിൽ നിന്ന് ഹെയ്സ്മാൻ ട്രോഫി നേടിയ സിംപ്സൺ പിന്നീട് ബഫലോ ബിൽസിൻ്റെ ഭാഗമായി നാഷണൽ ഫുട്ബോൾ ലീഗിൽ തിളങ്ങി. 1973 ഒരു സീസണിൽ 2000 യാർഡുകൾ ഓടി റെക്കോർഡ് സൃഷ്ടിച്ച അദ്ദേഹം അമേരിക്കൻ ജനതയുടെ പ്രിയപ്പെട്ട കായിക താരമായി മാറി. ഫുട്ബോളിന് പുറമെ സിംപ്സൺ ഒരു നടനും പരസ്യ മോഡലുമായിരുന്നു. ഹെഫ്സ്കാർ വെൻഡൻ പോലുള്ള ബ്രാൻഡുകളുടെ മുഖമായി സിംപ്സൺ പ്രത്യക്ഷപ്പെട്ടു. സിംപ്സന്റെ ആകർഷകമായ വ്യക്തിത്വവും സൗമ്യമായ പെരുമാറ്റവും അയാളെ ഒരു ദേശീയ പ്രതിഭാസമാക്കി. എന്നാൽ 1994 ഈ പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നു. 1994 ജൂൺ 12 ലോസ് ഏഞ്ചൽസിലെ ബ്രെൻഡ്വുഡ് പ്രദേശത്തുള്ള ഒ.ജെ. സിംപ്സന്റെ മുൻ ഭാര്യ നിക്കോൾ ബ്രൗൺ സിംപ്സണും അവളുടെ സുഹൃത്ത് റോൺ ഗോൾഡ്മാനും ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. നിക്കോൾ ബ്രൗണിന്റെ വീടിന് പുറത്താണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നിക്കോളിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകളും റോണിന്റെ ശരീരത്തിൽ ഒന്നിലധികം കത്തി കുത്തിയിറക്കിയതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. ഈ ദാരുണമായ കൊലപാതകം അമേരിക്കയെ ഞെട്ടിച്ചു. നിക്കോൾ ബ്രൗൺ ഒ.ജെ. സിംപ്സന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. 1985 വിവാഹിതരായ ഇവർ 1992 വിവാഹമോചനം നേടി. എന്നാൽ അവരുടെ ബന്ധം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒ.ജെ. സിംപ്സണെതിരെ നിക്കോൾ നേരത്തെ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു. 1989 സിംപ്സൺ നിക്കോളിനെ ആക്രമിച്ച കേസിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലം കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ സിംപ്സനെ പ്രധാന സംശയനായകനാക്കി. 1994 ജൂൺ 17 ഒ.ജെ. സിംപ്സൺ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ അറസ്റ്റിന് മുമ്പുള്ള ഒരു സംഭവം ലോകശ്രദ്ധ നേടി. സിംപ്സന്റെ വൈറ്റ് ഫോർഡ് ബ്രോങ്കോ വാഹനത്തിൽ പോലീസിനെ ഒഴിവാക്കാൻ ശ്രമിച്ച ലോ സ്പീഡ് ചേസ് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഭവം ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഏകദേശം 95 മില്യൺ ആളുകൾ ഇത് കണ്ടു. ഈ ദൃശ്യം കേസിന്റെ മാധ്യമ പ്രചാരത്തിന് തുടക്കമായിരുന്നു. വിചാരണ 1995 ജനുവരിയിൽ ആരംഭിച്ചു. പ്രോസിക്യൂഷന്റെ നേതൃത്വം മാർസിയ ക്ലാർക്കും ക്രിസ്റ്റഫർ ഡാബനും വഹിച്ചു. പ്രതിഭാഗത്തിന്റെ നേതൃത്വം ഡ്രീം ടീം എന്നറിയപ്പെടുന്ന അഭിഭാഷക സംഘമാണ്. റോബർട്ട് ഷാപ്പിറോ, ജോൺ ലീ കൊക്രാൻ, എസ്ലി ബെയിൻലി, അലൻ ഷെർവോവിക്സ് എന്നിവരായിരുന്നു ആ സംഘം. പ്രോസിക്യൂഷന്റെ കേസ് ഒ.ജെ. സിംപ്സന്റെ ഗാർഹിക പീഡന ചരിത്രം, കൊലപാതക സ്ഥലത്ത് കണ്ടെത്തിയ DNA തെളിവുകൾ, രക്തക്കറ പുരണ്ട ഒരു കയ്യുറ എന്നിവയെ ആശ്രയിച്ചിരുന്നു. സിംപ്സന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തക്കറ പുരണ്ട ഒരു കയ്യുറ കൊലപാതക സ്ഥലത്തെ മറ്റൊരു കയ്യുറയുമായി പൊരുത്തപ്പെട്ടു. എന്നാൽ പ്രതിവാദം ഈ തെളിവുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തു. വിചാരണയിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന നിമിഷങ്ങളിലൊന്ന് കയ്യുറ ഫിറ്റ് ചെയ്യുന്നില്ല എന്ന സംഭവമാണ്. ഒ.ജെ. സിംപ്സൺ കോടതിയിൽ വെച്ച് കൊലപാതക സ്ഥലത്ത് കണ്ടെത്തിയ കയ്യുറ ധരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അയാളുടെ കയ്യിൽ ഫിറ്റ് ചെയ്യുന്നില്ലെന്ന് കാണിച്ചു. ജോൺ ലീ കൊക്രാൻ എന്ന പ്രതിഭാഗം അഭിഭാഷകൻ "ഇഫ് ഇറ്റ് ഡൂസൻ ഫിറ്റ് യു മസ്റ്റ് ആക്ട് ഇറ്റ്" എന്ന പ്രശസ്തമായ വാചകം ഉപയോഗിച്ച് ജൂറിയെ സ്വാധീനിച്ചു. ഈ കേസ് അമേരിക്കൻ സമൂഹത്തിലെ വർഗീയ വിഷയങ്ങളെ മുൻനിരയിൽ കൊണ്ടുവന്നു. ഒ.ജെ. സിംപ്സൺ ഒരു ആഫ്രിക്കൻ അമേരിക്കനും കൊല്ലപ്പെട്ടവർ 2 പേരും വെള്ളക്കാരുമായിരുന്നു. ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വർഗീയ പെരുമാറ്റത്തിന്റെ ചരിത്രം പ്രതിവാദം വിചാരണയിൽ ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഡിറ്റക്റ്റീവ് മാർക്ക് ഫുർമാൻ ഒരു പ്രധാന സാക്ഷിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങൾ അടങ്ങിയ ടേപ്പുകൾ പുറത്തു വന്നത് പ്രോസിക്യൂഷന് തിരിച്ചടിയായി. മാധ്യമങ്ങളുടെ പങ്ക് ഈ കേസിനെ നൂറ്റാണ്ടിന്റെ വിചാരണ എന്ന് വിളിക്കാൻ കാരണമായി. ടെലിവിഷൻ ചാനലുകൾ, പത്രങ്ങൾ, റേഡിയോ എന്നിവ കേസിന്റെ ഓരോ വിശദാംശവും തത്സമയം റിപ്പോർട്ട് ചെയ്തു. ഈ അമിത മാധ്യമ ശ്രദ്ധ പൊതുജന അഭിപ്രായത്തെ പോളറൈസർ ചെയ്തു. 1995 ഒക്ടോബർ 3 ഒ.ജെ. സിംപ്സൺ കുറ്റക്കാരനല്ലെന്ന് ജൂറി വിധിച്ചു. ഈ വിധി അമേരിക്കയെ രണ്ടായി വിഭജിച്ചു. ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹത്തിന്റെ ഒരു വിവാദം വിധിയെ വർഗീയ നീതിയുടെ വിജയമായി കണ്ടപ്പോൾ മറ്റുള്ളവർ നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമാണ് വിലയിരുത്തിയത്. 1997 ഒ.ജെ. സിംപ്സണെതിരെ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടു. അതിൽ അയാൾ നിക്കോൾ ബ്രൗണിൻ്റെയും റോൺ ഗോൾഡ്മാൻ്റെയും മരണത്തിന് ഉത്തരവാദിയാണെന്ന് കണ്ടെത്തി.
$33.5 മില്യൺ നഷ്ടപരിഹാരം സിംപ്സണോട് കോടതി ആവശ്യപ്പെട്ടു. 2007 ലാസ് വെഗാസിൽ നടന്ന ഒരു സായുധ കവർച്ചാ കേസിൽ സിംപ്സൺ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2008 33 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 2017 9 വർഷത്തിന് ശേഷം അയാൾ പരോളിൽ മോചിതനായി. ഒ.ജെ. സിംപ്സൺ കേസ് അമേരിക്കൻ സമൂഹത്തിലെ വർഗീയത, പ്രശസ്തി, നീതിന്യായ വ്യവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ കേസ് മാധ്യമങ്ങളുടെ ശക്തിയും പ്രശസ്ത വ്യക്തികൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ ലഭിക്കുന്ന പ്രത്യേക പരിഗണനയും വെളിപ്പെടുത്തി. കൂടാതെ പോലീസിന്റെ വർഗീയ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഒ.ജെ. സിംപ്സൺ മർഡർ കേസ് ഒരു ക്രിമിനൽ വിചാരണ എന്നതിനപ്പുറം അമേരിക്കൻ സമൂഹത്തിലെ സങ്കീർണതകളെ പ്രതിഫലിക്കുന്ന ഒരു ദർപ്പണമായിരുന്നു. വർഗീയത, മാധ്യമശക്തി, നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ കേസ് വഴിയൊരുക്കി. മലയാളി പ്രേക്ഷകർക്ക് ഈ കേസ് നീതിന്യായ വ്യവസ്ഥയുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ പ്രശസ്തിയുടെ സ്വാധീനത്തെക്കുറിച്ചും ചിന്തിക്കാൻ പ്രേരണ നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.